2026 ജനുവരിയിലെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സ്. ഒഡീഷയുടെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറിയായി നിയമിതയായത് അനു ഗാർഗ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിതനായത് രവീന്ദ്രകുമാർ അഗർവാൾ. കേരള ഹൈക്കോടതിയുടെ അടുത്ത ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. 2026 ജനുവരിയിൽ സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ മലയാളി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്. KSRTCയുടെ പുതിയ അംബാസിഡർ മോഹൻലാൽ. 2026 ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് നാഗേഷ് കപൂർ. അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ചെയർമാൻ AK ബാലസുബ്രഹ്മണ്യൻ. മേഘാലയയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് രേവതി മൊഹിതെ. മെറ്റ പ്രസിഡന്റും വൈസ് ചെയർമാനുമായി ജനുവരിയിൽ നിയമിതനായത് ദീന പവൽ മക്കോർമി. അഫ്ഗാനിസ്ഥാൻ എംബസിയിൽ താലിബാൻ നയതന്ത്ര പ്രതിനിധി മുഹമ്മദ് നൂർ അഹമ്മദ് നൂർ. ഒളിമ്പിക് അക്കാദമി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അക്കാദമി ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരൻ. ITBP, BSF, NIA എന്നിവയുടെ പുതിയ ഡയറക്ടർ ജനറൽമാർ സുർജിത് സിംഗ് കപൂർ, പ്രവീൺ കുമാർ, രാകേഷ് അഗർവാൾ. പൂനെ ഗ്രാൻഡ് ടൂർ 2026 ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ കായിക താരം മഹേന്ദ്ര സിംഗ് ധോണി. സലിം ബിൻ ബ്രൈക്കിന്റെ രാജിയെ തുടർന്ന് യമൻ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ഷായ മൊഹ്സിൻ സിദ്ദാനി. കേരളം, ലക്ഷദ്വീപ് എന്നിവയുടെ ചുമതലയുള്ള റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ കുമാർ വസന്ത് രാമചന്ദ്ര. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുതിയ വൈസ് ചാൻസലർ P രവീന്ദ്രൻ. തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാനായി നിയമിതനായത് മാത്യു P ജോസഫ്. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിക്കപ്പെട്ടത് അമേലിയ. 2 വട്ടമെങ്കിലും റിപ്പീറ്റ് കേൾക്കാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട 2026 ജനുവരിയിലെ അപ്പോയിൻമെൻറ്റുകൾ ഇത്രയുമാണ്.